സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയൊരു കാർഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെ അറിവിലേക്ക് ഞാൻ പറയുവാണ്. ആ കാർഡിൻ്റെ പേര് NCMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്. നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ NCMC, വൺ നേഷൻ വൺ കാർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇറക്കിയേക്കുന്ന കാർഡാണ്. ഇത് നമുക്ക് പാർക്കിങ്ങിനോ മെട്രോയ്ക്കോ ടോൾ ഗേറ്റിൽ കൊടുക്കാനോ എന്ത് സംഗതിക്കും ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ റുപ്പേ കാർഡ്, അല്ലാതെ നമ്മൾ ATM നിന്ന് പൈസ എടുക്കണം, അങ്ങനെ കുറേ സംഗതികളുണ്ട്. റുപ്പ എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 25 ബാങ്കുമായിട്ട് ഓൾറെഡി ടൈപ്പാണ്. ഫസ്റ്റ് ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലാണ്. അടുത്ത കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എല്ലാ സ്ഥലത്തും ഇത് വരും. പിന്നെ ഇപ്പം നമുക്ക് ഇവിടുന്ന് മഹാരാഷ്ട്ര പോകണം, അല്ലെങ്കിൽ കൽക്കട്ട പോകണം, ഈ ഒറ്റ കാർഡ് മതി, അല്ലാതെ 10 കാർഡ് വേണ്ട. അഥവാ ട്രെയിനിൽ കയറണം, അല്ല മെട്രോയുടെ ടിക്കറ്റ്, ഈ പറഞ്ഞ മാതിരി ടോൾ ഗേറ്റിൻ്റെ, അതേമാതിരി പൈസ ബാങ്കിൽ നിന്ന് വിട്ടുപോകണമെന്നൊരു 10-15 കാർഡ് കൊണ്ട് നടക്കുന്നില്ല. ഓൾറെഡി 25 ബാങ്കുമായിട്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്ന വരിയിൽ ഈ കാർഡ് ബാക്കി നമുക്ക് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ബാങ്കുകളിൽ ആഡ് ചെയ്യും. പിന്നെ ഇത് ലിങ്ക് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കാരണം ഇത് ഇന്ത്യയുടെ ടെക്നോളജിയാണ്, മേക്ക് ഇൻ ഇന്ത്യയുടെ ഇതിനകത്ത് വെച്ചിട്ടാണ് ഇതെടുത്തേക്കുന്നത്. വൺ നേഷൻ വൺ കാർഡ് എന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു കൺസെപ്റ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ വേറെ കൺട്രികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ, വേറെ കൺട്രികളുടെ ടെക്നോളജിയാണ് പലതും. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയുടെ പണ്ടൊരു ഇഷ്യൂ വന്നപ്പോൾ, വാറിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഗൂഗിൾ പോലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇത് തന്നെ വേറൊരു സംഭവം ചെയ്ത് നമുക്ക് ഡൊമസ്റ്റിക്കലി ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത്ര സക്സസ് ആയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സബ്ജക്റ്റ് ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എന്നാലും ഞാൻ പറയാം. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ടെക്നോളജി മീൻസ് ആ മേക്ക് ഇൻ ഇന്ത്യയുടെ ഇത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഏത് സ്റ്റേറ്റിൽ പോകണം, എത്ര പൈസ വിട്ടുവേണം, പിന്നെ ബാക്കി പൈസ എങ്ങും പോകത്തില്ല, അവിടെ കിടക്കും. ബാക്കി നമ്മുടെ കാർഡിൽ നിന്ന് അല്ല ഗൂഗിൾ പേ ചെയ്യണം, എല്ലാം അതും ഫ്യൂച്ചറിൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലിങ്ക് ചെയ്യും. ഗൂഗിൾ പേ, ഡെബിറ്റ് കാർഡ്, പിന്നെ ക്രെഡിറ്റ് കാർഡ്, എന്നിട്ട് സീസൺ ടിക്കറ്റ്, അങ്ങനെ ഇത് കോൺടാക്ട്ലെസ് കാർഡാണ്. പിന്നെ എല്ലാ ബാങ്കിൽ നിന്നും അവൈലബിൾ ആണ്. പിന്നെ SBIയോ, പിന്നെ അതല്ല പിന്നെ 5% ക്യാഷ് ബാക്കും ഉണ്ട്. ഇത് ഡിജിറ്റൽ ടെക്നോളജിയെ പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഈസി ആയിട്ട് വരാനും, പിന്നെ വേറെ ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. ടാക്സിൻ്റെ എല്ലാം ടാക്സ് പേ ആയിക്കണം. ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, വേൾഡിലെ ടോട്ടൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ 48% ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ത്യയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാർഡിൻ്റെ പേര് പിന്നെയും പറയാം NCMC, നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്. അപ്പോൾ 10 കാർഡുകൾ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മൾ ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർഡ് കിട്ടും. ഇതെല്ലാ ബാങ്കും സബ്സ്ക്രൈബ് മീൻസ് ഇതായെന്ന് എനിക്കറിഞ്ഞൂടെ. 25 ബാങ്ക് കൊണ്ട് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഇന്നൊരു പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ജസ്റ്റ് പാസ് ചെയ്ത മെസ്സേജ്. അതുകൊണ്ട് NCMC കാർഡ് വേണ്ടുന്നവർക്ക് എടുക്കുക, വൺ നേഷൻ വൺ കാർഡ്. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ജസ്റ്റ് പറയുന്നത്. ബൈ.